ഞാനൊരു അനുഭവ കഥയാണ് പരിചയപ്പെടുത്തുന്നത്. ശാരദ എന്ന യുവതി സ്വാതന്ത്ര്യം പ്രാപിച്ച കഥ. അതായത് VK ശ്രീരാമന്റെ വേറിട്ട കാഴ്ചകൾ എന്ന പുസ്തകത്തിലെ ഒരു അനുഭവ കഥ. ശാരദയുടെ വീട്ടിൽ നിന്ന് നരേന്ദ്രമേനോന്റെ ഗ്ലൗസ് കമ്പനിയിലേക്ക് 10-15 മിനിറ്റ് കൊണ്ട് നടന്നെത്താവുന്ന ദൂരമേയുള്ളൂ. ശാരദയ്ക്ക് അവിടെയാണ് ജോലി. തുണി കൊണ്ടും തുകലുകൊണ്ടുമുള്ള കയ്യുറകൾ തയ്ക്കുന്ന പണി. ശാരദയെ കൂടാതെ 40ഓളം പേർ അവിടെ പണിയെടുക്കുന്നുണ്ട്. അന്ന് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അമ്മ ഓർമ്മിപ്പിച്ചു, കമ്പനി വിട്ടാൽ നേരെ ഇങ്ങോട്ട് പോന്നോളൂട്ടോ, വായനശാലയിലൊന്നും കേറാൻ നിൽക്കണ്ട. അതെന്താ? ഒരാഴ്ചയായി ഞാൻ ഈ പുസ്തകം കൊണ്ടുവന്നിട്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച 5 മിനിറ്റല്ലേ വേണ്ടു പുസ്തകം മാറ്റാൻ. അമ്മ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. റസിയ തുന്നാൻ കൊടുത്തുവിട്ട തുണി തൊട്ടു നോക്കിയിട്ടില്ല. അതാണ് അമ്മയ്ക്ക് പരാതി. ഇന്നലെ സുലേഖയുടെ വീട്ടിൽ ചെന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. ചന്ദ്രോത്ത് ലീല ടീച്ചർ വന്നതാ നേരം വൈകാൻ കാരണം. അവർക്ക് വർത്തമാനം പറയാൻ തുടങ്ങിയാൽ പിന്നെ അവസാനമില്ല. കമ്പനിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ വേറെ ഒന്നിനും നേരം കിട്ടില്ല. പണിവിട്ട് വരുന്നതും നോക്കി ഉണ്ണിമോനും ഉണ്ണിമോളും പഠിക്കലുണ്ടാവും. കുറച്ചു ദിവസമായി ഒന്നും തയ്ക്കാൻ ഒത്തിട്ടില്ല. അമ്മ പണി കഴിഞ്ഞു വരുന്നത് വൈകിട്ടാണ്. അടുക്കളയിലും ചില്ലറ പണികളൊക്കെ ഉണ്ടാകും. എന്നാലും ഉറങ്ങുന്നതിന് മുമ്പ് എന്നും എന്തെങ്കിലും വായിക്കാൻ ഉണ്ടാവണം. ഞാനിന്ന് പുസ്തകം മാറ്റി എടുത്തിട്ടേ വരൂട്ടോ. വീട്ടിൽ വെച്ച് അത് ചന്ദ്രയിടത്തെ എടുത്തോണ്ട് പോവും. ഞാൻ പുസ്തകം വായിക്കണേന് അമ്മയ്ക്കെന്താ ഇത്ര? ശാരദ വിളിച്ചു പറഞ്ഞു. എന്താ വഴിയിൽ ഇറങ്ങി നിന്നിട്ട് അമ്മേന്റെ അടുത്ത് വക്കാണം? റസിയാണ്. അവളും കമ്പനിയിൽ ശാരദയ്ക്കൊപ്പം ജോലി ചെയ്യുന്നു. 1 കൊല്ലം ആകുന്നേ ഉള്ളൂ റസിയ കമ്പനിയിൽ വരാൻ തുടങ്ങിയിട്ട്. ശാരദ 2 കൊല്ലം കഴിഞ്ഞു. കുറച്ചു ദൂരം കൂടി ചെന്നാൽ അമ്മുവും ഇല്ലിമുള്ളിന്റെ ചാരുപടി തുറന്ന് ഇടവഴിയിലേക്ക് ഇറങ്ങി വരും. 3 പേരും കൂടിയാണ് കമ്പനിയിൽ ചെന്നു കയറുക. കയ്യുറകൾ തുന്നുന്ന ജോലി അത്ര പ്രയാസമുള്ളതൊന്നുമല്ല. പക്ഷെ രാവിലെ 9 മണിക്ക് ചെന്നാൽ വൈകിട്ട് 5:30 കമ്പനിയിൽ നിന്ന് ഇറങ്ങാനൊക്കൂ എന്ന് മാത്രം. ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഒഴിവുണ്ട്. അപ്പോൾ 3 പേരും കൂടി വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൊതിച്ചോറ് പങ്കുവയ്ക്കും. ആദ്യമൊക്കെ ഉച്ചയ്ക്ക് വീട്ടിൽ പോയാണ് കഴിച്ചിരുന്നത്. ചിലർ തിരിച്ചു വരാൻ 10-15 മിനിറ്റ് വൈകിയപ്പോൾ സൂപ്പർവൈസർ സോമൻ ഉണ്ടാക്കിയ നിയമമാണിത്. ഉച്ചഭക്ഷണം കമ്പനിയിൽ തന്നെ. അന്നും പതിവ് പോലെ വലിയ പത്രത്താളുകളിൽ പൊതിഞ്ഞാണ് അമ്മു ചോറ് കൊണ്ടുവന്നത്. പടച്ചോനെ, ഈ പൊതി കണ്ടാ തോന്നും 4 ആൾക്ക് തിന്നാനുള്ളത് അതിന്റെ അകത്ത് ഉണ്ടാവൂന്ന്. തുറന്നു കഴിഞ്ഞാലോ കിളിക്ക് കൊത്താൻ തേയില്ല. ഒരു കടുമാങ്ങയെ 4 വറ്റും. പത്രത്തിൽ പൊതിഞ്ഞ ഭക്ഷണം പുറത്തെടുക്കുന്ന അമ്മുവിനെ നോക്കി റസിയ പറഞ്ഞു, ഞാനേ ഇത്രയധികം പേപ്പർ മുഴുവന് ചോറ് പൊതിഞ്ഞു കൊണ്ടുവരാണതല്ല, ശാരദയ്ക്ക് വായിക്കാനുള്ളതാ. അമ്മു പറഞ്ഞു. ചോറ് ഒരു പിടിയേ ഉണ്ടാവൂ. എങ്കിലും അമ്മുവായിരിക്കും ഏറ്റവും ഒടുവിൽ കഴിച്ചെഴുന്നേൽക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും അവൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറയാനുണ്ടാവുക. കടമ്പഴിപ്പുറത്ത് നാടകം കാണാൻ പോയതും സിനിമാ നടൻ രവിമേനോന്റെ ഏട്ടന്റെ മോളെ പരിയാനം പറ്റ അമ്പലത്തിൽ വെച്ച് പരിചയപ്പെട്ടതുമൊക്കെ വിസ്തരിക്കുന്നതിനിടയിൽ വാട്ടിയിലയിൽ ചോറ് ഉണങ്ങാൻ തുടങ്ങും. ശാരദ നേരത്തെ ഉണ്ടെഴുന്നേറ്റ് പത്രം വായിക്കാൻ തുടങ്ങി. 2001 ഡിസംബർ 2-ാം തീയതിയിലെ മാതൃഭൂമി പേപ്പറായിരുന്നു അത്. ശാരദ പത്രം വായന തുടങ്ങിയിട്ടും റസിയയും അമ്മുവും കഴിച്ചെഴുന്നേറ്റിട്ടില്ല. പാപ്പച്ചൻ ടെക്സ്റ്റൈൽസിൽ 70 രൂപയുടെ ചുരിദാർ സെറ്റുകൾ വന്നിട്ടുള്ളതാണ് ചർച്ചാ വിഷയം. ശാരദ പത്രത്തിൽ തന്നെ കണ്ണു നട്ടുകൊണ്ട് അവരോട് ചോദിച്ചു, തമാശ കേൾക്കണോ നിങ്ങൾക്ക്? ഒരു വിവാഹ പരസ്യം. വിവാഹ പരസ്യത്തിന് പല തമാശയുണ്ടാവും. അധികവും തമാശയല്ല, അല്പത്തരങ്ങളാ. സൽസ്വഭാവിയും സസ്യപുക്കും സുന്ദരനും കാരുണ്യവാനും ഗവൺമെന്റ് ജോലിക്കാരനും എനിക്ക് കേൾക്കേണ്ട. അമ്മു പറഞ്ഞു. ഈ വായിച്ചോ ശാരദേ, എന്താ തമാശയെന്ന് കേൾക്കാലോ. റസിയ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ശാരദ വായിച്ചു. കൈകാലുകൾ തളർന്ന് നിൽക്കുവാനോ നടക്കുവാനോ കഴിയാത്ത 40 വയസ്സുകാരന് ഒരു ജീവിതസഖിയെ ആവശ്യമുണ്ട്. ജാതിയും ജാതകവും പ്രശ്നമല്ല. ബോക്സ് നമ്പർ 307, കെയർ ഓഫ് മാതൃഭൂമി, തൃശൂർ. എണീറ്റു നിൽക്കാൻ വയ്യെങ്കിലും പെണ്ണ് കെട്ടണോന്നാ മൂപ്പരുടെ പൂതി. റസിയ പൊട്ടിച്ചിരിച്ചു. അമ്മുവിന് ആ തമാശ ഒട്ടും പിടിച്ചില്ല. അവൾ പറഞ്ഞു, പരിഹസിക്കണ്ട മോളെ. നിന്റെ ആങ്ങള ഫറൂഖിന് ഇങ്ങനെ ഒരു ദീനം വന്നാ നീ ചിരിക്കുവോ? അവന്റെ എല്ലാ കാര്യങ്ങളും നീ എന്നും നോക്കി കൂടെ നിൽക്കുവോ? നിന്റെ ഉമ്മയ്ക്കും അത് സാധിക്കുവോ? കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം നിന്റെ ഭർത്താവിന് ഇങ്ങനെ ഒന്ന് ദണ്ണം വന്തൂച്ചാലോ? ദൂരെ കളഞ്ഞിട്ട് പോരുവോ നീയ്? റസിയയുടെ ചിരി പെട്ടെന്നടങ്ങി. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അമ്മു നിർത്താനുള്ള ഭാവമില്ല. നിങ്ങളുടെ കൂട്ടർക്ക് അതിനൊന്നും ഒരു വിഷമോ ഇല്ലല്ലോ. വണ്ടിയും കാറും മാറണ പോലെ ഭാര്യയെ മാറ്റാലോ. അപ്പൊ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോടും അത്രയൊക്കെ തന്നെ ഉണ്ടാവൂ. അല്ല, എന്തിനാ നിന്നെ മാത്രം പറയണേ? ശാരദയ്ക്ക് അതൊരു തമാശ ആയിട്ടല്ലേ തോന്നിയത്? പുസ്തകം വായിച്ചാ പോരാ, മനസ്സലിവ് വേണം. ശാരദ പത്രം വായന നിർത്തി. അവൾ അമ്മുവിനെ നോക്കി. ഇവൾക്ക് ഇതൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നു? ഞാൻ ആരോടാണ് കാരുണ്യമില്ലാതെ പെരുമാറിയത്? അല്ല, നീ വല്ലാണ്ടൊക്കെ പറഞ്ഞൂലോ. അങ്ങനെയുള്ള ഒരാളെ നീയാണെങ്കിൽ കല്യാണം കഴിക്കുവോ? എഴുന്നേറ്റ് നിൽക്കാൻ കൂടി വയ്യാത്ത ഒരാളെ? ശാരദ അമ്മുവിനോട് ചോദിച്ചു. എന്താ കഴിക്കുമെന്ന്?
100 വട്ടം ഞാൻ തയ്യാറാണ്. ഒന്നുമില്ലെങ്കിൽ കള്ളും കുടിച്ചു വന്ന് തല്ലും കുത്തും ഉണ്ടാക്കില്ലല്ലോ. നീ ഇപ്പൊ പറഞ്ഞതാ പരിഹാസം, ശാരദ പറഞ്ഞു. റസ്യ കരയാൻ തുടങ്ങിയിരുന്നു. ശാരദ അവളുടെ അടുത്തേക്ക് ചെന്നു. അയ്യോ, ദാ അപ്പോ നന്നായത്. നീ ആ ടീച്ചറോട് ചെന്ന് ദിവസവും സീരിയല് കാണുന്നതിന്റെ കുഴപ്പമായത്. മിണ്ടിയ ഉടനെ കരച്ചില്. അമ്മൂനെ നീ ഇപ്പൊ കാണുന്നേ ഉള്ളോ? അവളുടെ നാവ് അങ്ങനെ തന്നെയല്ലേ? എണീറ്റ് ഭക്ഷണം കഴിക്കണയിടത്തിരുന്ന് കരിയോ? ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ശാരദ കബീറിന്റെ പെട്ടിക്കടയിൽ നിന്ന് ഒരു ഇല്ലന്റി വാങ്ങി. ആർക്കാ നീ കത്തെഴുതാൻ പോണത്? അമ്മു ചോദിച്ചു. മരിച്ചുപോയ എന്റെ അച്ഛന്, ശാരദ പറഞ്ഞു. അന്ന് രാത്രി ചിമ്മിണി വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് ശാരദ എഴുതി. ആർക്കാണ്, എവിടേക്കാണ് എന്നൊന്നും അറിയാതെ. ആത്മഹത്യക്ക് മുമ്പെഴുതുന്ന കുറിപ്പ് പോലെ. പത്രത്തിലെ പരസ്യം കണ്ടു. അതിൽ പറഞ്ഞിരിക്കുന്ന ആളെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. ഞാനൊരു ഗ്ലൗസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. 3 കൊല്ലം തുന്നൽ പഠിച്ചിട്ടുണ്ട്. വീട്ടിൽ അമ്മയും സഹോദരനും ഭാര്യയും കുട്ടികളുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ട്. നിങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. എഴുതിയ കത്ത് അവൾ ഒന്നുകൂടി വായിച്ചു. അരണ്ട വെളിച്ചത്തിൽ ആ നീലക്കടലാസ് അവളുടെ കയ്യിലിരുന്ന് വിറച്ചു. അമ്മുവിനോടും റസിയോടും അപ്പോൾ അങ്ങനെ വെറുതെ പറഞ്ഞതാണെങ്കിലും ആ വാക്കുകൾ ഇപ്പോൾ സത്യമായി പരിണമിക്കുന്നതുപോലെ ശാരദയ്ക്ക് തോന്നി. ഈ കത്ത് ദീനപ്പായയിൽ ഏറെക്കാലം കിടന്നും മരുന്നും ശുശ്രൂഷയുമില്ലാതെ മരിച്ചുപോയ എന്റെ അച്ഛനുള്ളതാണ്. അവൾ അറിയാതെ വടിവില്ലാത്ത ദുർബലമായ അക്ഷരങ്ങൾക്കുമേൽ 2 കണ്ണുനീർ വീണു. കണ്ണീരിന്റെ നനവിൽ വാക്കുകൾ കുതിർന്നു കനത്തു. നീ എന്താ പെണ്ണെ, ഇന്ന് കിടക്കണില്ലേ? അമ്മ വിളിച്ചു ചോദിക്കുന്നു. മണി 11 ആയിക്കാണും. ശാരദ വിളക്കണച്ചു. പിറ്റേ ദിവസം ശാരദയ്ക്ക് കമ്പനിയിൽ പോവാൻ തോന്നിയില്ല. അവൾ തയ്യൽ മെഷീന്റെ അടുത്തു ചെന്നിരുന്നു. തുന്നാൻ കൊണ്ടുവന്നിട്ടുള്ള തുണികൾ ഓരോന്നായി എടുത്തു നിവർത്തി. അല്ല, നീ ഇന്ന് തുന്നാൻ കുത്തിയിരിക്കണോ? കമ്പനി പോണ്ടേ നിനക്ക്? ലക്ഷ്മി ശാരദയോട് ചോദിച്ചു. അമ്മയോട് മറുപടിയൊന്നും പറയാതെ അവൾ തുണികൾ ഓരോന്നായി വെട്ടാൻ തുടങ്ങി. മണി 8:30 കഴിഞ്ഞല്ലോ. ശാരദ ഇന്ന് കമ്പനിയിലേക്ക് വരണില്ലേ? റസ്യ വേലക്കൾ വന്ന് വിളിച്ചു ചോദിക്കുന്നു. അവളോട് തന്നെ ചോദിച്ചേക്ക്. ഞാൻ 100 വട്ടം ചോദിച്ചിട്ടും മിണ്ടാട്ടമില്ല. ലക്ഷ്മി മറുപടി പറഞ്ഞത് കേട്ട് റസ്യ ഉമ്മറത്തേക്ക് കയറി. അവൾ തയ്ക്കാൻ തുടങ്ങുകയായിരുന്ന ശാരദയുടെ അടുത്തേക്ക് ചെന്നു. അല്ല, ഇന്നലെ 6 മണിക്ക് നമ്മൾ ഒന്നിച്ച് വീട്ടിൽ വന്നതല്ലേ? ഇത്ര നേരം ഉണ്ടായിരുന്നിട്ട് ഒരു കുപ്പായം തുന്നാൻ കൂടിയില്ലേ അനക്ക്? ഇത് തുന്നാനേക്ക് ഒരീസ് ലീവ് എടുക്കണ്ടാട്ടോ. റസ്യ ശാരദയുടെ കൈകളിൽ പിടിച്ചു. അപ്പോഴും ശാരദ മറുപടിയൊന്നും പറഞ്ഞില്ല. തല ഉയർത്തി റസ്യയെ നോക്കിയതുമില്ല. അനക്ക് മുണ്ടാട്ടം മുട്ടിപ്പോയോ? അമ്മയും പറഞ്ഞോളൂ ഈ മുണ്ടണില്ലാന്ന്. റസ്യ വീണ്ടും ചോദിച്ചു. തല ഉയർത്താതെ തുന്നിക്കൊണ്ടിരുന്ന തുണിയിലേക്ക് നോക്കിക്കൊണ്ട് ശാരദ പറഞ്ഞു. ഇന്ന് ഞാൻ വരണില്ല. സുലേഖയോട് ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ ഒന്നുമില്ല. റസ്യ കുനിഞ്ഞ് ശാരദയുടെ മുഖത്തേക്ക് നോക്കി. സുലേഖാനോട് ഒരു കാര്യം പറയാൻ ഒരീസ ലീവ് എടുക്കണോ? എന്താ ഇത്ര വലിയ കാര്യം? മിനിഞ്ഞാന്ന് നിങ്ങൾ രണ്ടാളും പാടെ ഒരു പകൽ മുഴുവൻ പറഞ്ഞെടുക്കണല്ലോ കാര്യങ്ങള്. ശാരദ മറുപടി ഒന്നും പറഞ്ഞില്ല. മിനിഞ്ഞാന്നത്തേതുപോലെയല്ല ഇന്നലെ, ഇന്നലത്തേതല്ല ഇന്ന്. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാലേ കുപ്പായം തുന്നി കഴിഞ്ഞിട്ട് മതി കാര്യങ്ങള് പറയാൻ പോവല്. സുലേഖാനെ കണ്ട ഈ കഞ്ഞിയും ചോറും തിന്നാനും കൂടി മറക്കും. അതും പറഞ്ഞ് റസ്യ ഇറങ്ങിപ്പോയി. റസ്യ പറഞ്ഞത് ശരിയാണ്. സുലേഖയോടാണ് ശാരദ എല്ലാം പറയുക. അവളോട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ കാലം മറന്നുപോകും. ചിലപ്പോൾ വല്ലവരും വരുമ്പോഴാണ് സ്ഥലകാലബോധം ഉണ്ടാവുക. സുലേഖയും എല്ലാം തുറന്നു പറയുന്നത് ശാരദയോടാണ്. തുന്നൽ പഠിക്കാൻ പോയതും ലോണെടുത്ത് തയ്യൽ മെഷീൻ വാങ്ങിച്ചതും രണ്ടാളും ഒരുമിച്ച് തന്നെ. സുലേഖയുടെ ബാപ്പയ്ക്ക് 10 മക്കളാണ്. 5 ആണും 5 പെണ്ണും. മൂത്ത 3 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോഴേക്കും കുഞ്ഞുബീരാൻ വശം കെട്ടുപോയി. ഇനി രണ്ടാളും കൂടി കെട്ടിക്കാനായി നിൽക്കുന്നു. സുലേഖയെ അന്വേഷിച്ച് പട്ടാമ്പിയിൽ നിന്നും ഒറ്റപ്പാലത്തു നിന്നും പേർഷ്യക്കാര് വന്നു. ഏറ്റവും കുറഞ്ഞ ചോദ്യം 30-30 30 പവനും 30,000 ഉറുപ്പികയും എവിടുന്ന് എടുത്തു കൊടുക്കും? 3 എണ്ണത്തിന്റെ നിക്കാഹ് കഴിഞ്ഞ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ കുഞ്ഞുബീരാന് തല ചുറ്റും. അതിന്റെ കടങ്ങൾ ഒന്നും വീട്ടിയിട്ടില്ല. തനിക്കൊപ്പം അധ്വാനിക്കാനുള്ളത് മൂത്തവൻ ഹൈദ്രസ് ആണ്. അവൻ 2 കൊല്ലമായി ഒറ്റപ്പാലത്ത് ബഷീറിന്റെ ഗോഡൌണിൽ പണിക്ക് പോകുന്നുണ്ട്. വാഴത്തോട്ടത്തിലെ തേക്കും തിരിയും വാണിയംകുളം ചന്തയിൽ നിന്ന് കന്നിനെ തെളിയിക്കലും ബിരിയാണി പണിക്ക് സഹായിക്കാൻ പോകലുമൊക്കെയാണ് കുഞ്ഞുബീരാന്റെ ജോലികൾ. 55 വയസ്സാകുമ്പോഴേക്ക് അയാൾ വൃദ്ധനായി പോയിരുന്നു. ഒറ്റപ്പാലത്ത് നിന്ന് ബഷീർ ഒരിക്കൽ ഒരു ദല്ലാളെ പറഞ്ഞയച്ചു. സുലേഖയ്ക്ക് ഒരു ബന്ധുവാലോചന. മലേഷ്യക്കാരനാണ് പുതിയാപ്പള. അവിടുത്തെ പ്രജ. നാട്ടിലുണ്ടായിരുന്ന ഭാര്യ മരിച്ചു. അതിലുള്ള 2 കുട്ടികളെയും കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മലേഷ്യയിലെ ഭാര്യയ്ക്കും കുട്ടികൾക്കുമെല്ലാം അവിടെ ബിസിനസ്സും ജോലിയും എല്ലാം ഉണ്ട്. നാട്ടിലേറെ സ്വത്തുണ്ട്. വലിയൊരു വീട് പൂട്ടിക്കിടക്കുകയാണ്. ഉപ്പ, ആ വലിയ വീട് അവിടെ പൂട്ടിക്കിടന്നോട്ടെ. ഞാൻ ഈ മെഷീൻ മേലെ ഇരുന്നിട്ട് എനിക്ക് കഴിയാനുള്ളത് ഉണ്ടാക്കിക്കോളാം. ആർക്കും ഞാനൊരു ഭാരം ആവൂല്ല. ഇങ്ങനെയുള്ള ഓരോ ആലോചനകള് ഇനി ഇവിടേക്ക് കൊണ്ടുവന്ന ഉപ്പായ്ക്ക് ദുഃഖിക്കേണ്ടി വരും. കുഞ്ഞുബീരാൻ അവളെ എങ്ങോട്ടും നിർബന്ധിച്ചയച്ചില്ല. എങ്കിലും അവളുടെ വാക്കുകൾ അയാളുടെ സ്വൈര്യം കെടുത്തി.
ഉറങ്ങാൻ കിടന്നാൽ താനൊരു തീപിടിച്ച പായലാണ് കിടക്കുന്നതെന്ന് അയാൾക്ക് തോന്നി. രാത്രിയിലും സുലേഖ ഉണർന്നിരുന്നു തുന്നും. ആ തയ്യൽ മെഷീന്റെ ശബ്ദം കുഞ്ഞുബീരാന്റെ ഉറക്കം കെടുത്തുന്ന ഒരു നിലവിളി പോലെ ഉയർന്നു. സുഹറയുടെ കുപ്പായം തുന്നിവെച്ച് ശാരദ സുലേഖയെ കാണാൻ ചെന്നു. കത്തെഴുതി വെച്ചിരിക്കുന്ന കാര്യം ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ഇത് പറയാനാണോ ഈ ഒരീസ ലീവ് എടുത്തത്? ഇന്റെ അഭിപ്രായം എന്തായിരിക്കുമെന്ന് നിനക്കറിഞ്ഞൂടെ? നിന്റെ പോലെ ഒരു മനസ്സുണ്ടാവാന് ഭാഗ്യം വേണം. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള മനസ്സാ പടച്ചോൻ കൊടുക്ക. നീ ഒന്നും പേടിക്കണ്ട, അവർക്കെഴുത്. മറുപടി വരട്ടെ, നമുക്ക് നോക്കാലോ. സുലേഖ മെഷീന്റെ പെഡലിൽ ചവിട്ടി. മെഷീൻ തിരിയുന്നത് നോക്കി ശാരദ നിന്നു. ഒരു ലോകം മുഴുവൻ വലിച്ചുകൊണ്ടു പോകാനുള്ള ഒരു ആവിയന്ത്രത്തിന്റെ ശക്തി അതിനുണ്ടെന്ന് അവൾക്ക് തോന്നി. ശാരദ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ സുലേഖ ഒപ്പം ചെന്നു. കത്ത് പോസ്റ്റ് ചെയ്യണതിന്റെ മുമ്പേ അമ്മേനോട് പറയണ കേട്ടോ, പെറ്റതല്ലാണ്. കത്തെഴുതി വെച്ചിരിക്കുന്ന കാര്യം ശാരദ പറഞ്ഞപ്പോൾ എന്താണ് പറയേണ്ടതെന്നറിയാതെ ലക്ഷ്മി മകളെ മിഴിച്ചു നോക്കി. ഒന്നും പറയാൻ കഴിയുന്നില്ല. അവൾ പറഞ്ഞതൊക്കെ താൻ ചെവി കൊണ്ട് തന്നെയാണോ കേട്ടത്, അതോ നെഞ്ചുകൊണ്ടോ? ലക്ഷ്മിക്ക് നെഞ്ചു വേദനിച്ചു. ഉഴിഞ്ഞകറ്റാൻ പറ്റില്ലെന്നറിഞ്ഞിട്ടും ലക്ഷ്മി നെഞ്ചുഴിഞ്ഞ് ചവിട്ടുകല്ലിൽ ഇരുന്നു. ഇങ്ങനെ ഒരു രംഗം ശാരദ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഇത് കണ്ടു നിൽക്കാൻ ഇപ്പോൾ നേരമില്ല. അമ്മ എന്താ ഒന്നും പറയാത്തത്? ശാരദ ചോദിച്ചു. നീ മോഹനനോട് ചോദിച്ചോ? കത്തെഴുതണതിന്റെ മുമ്പ് അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടവനാ അവൻ. ഈശ്വര, ഇന്റെ കുട്ടിക്ക് എന്താ തോന്നിയ? ഈ വർത്താനം കേട്ടാൽ ലക്ഷ്മി കരയാൻ തുടങ്ങിയിരുന്നു. ആരെക്കുറിച്ചാണ് അമ്മ കരയുന്നതെന്ന് ശാരദ തെല്ലുനേരം സംശയിക്കാതെയും ഇരുന്നില്ല. ഞാനൊരു ചീത്തക്കാര്യത്തിന് പുറപ്പെടാന്ന് അമ്മയ്ക്ക് തോന്നിയോ? എനിക്കറിയാം, നല്ലോണം അറിയാം. ഇണീറ്റ് നിൽക്കാൻ കൂടി കഴിയാത്ത ഒരു ദീനക്കാരനെയാ ഞാൻ കല്യാണം കഴിക്കാൻ പോണത്. ഇങ്ങനെ ഒരാളെ ശുശ്രൂഷിച്ച് ജീവിക്കാൻ കഴിയാച്ച അതിലും വലിയ കല്യാണം ഇല്ല. അമ്മ സമ്മതം തന്നാ മതി. മോഹനനോടൊക്കെ ഞാൻ പറഞ്ഞോളാം. 11-ാം ദിവസം ശാരദയ്ക്ക് മറുപടി വന്നു. എഴുതിയിരിക്കുന്നത് ഒരു രാജീവാണ്. ഏതെങ്കിലും ബന്ധുക്കളാവും. ശാരദ കത്ത് വായിച്ചു. ഒരാളെങ്കിലും ഇതിന് തയ്യാറാവുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞാൽ പ്രേമോധരന്റെ സഹായ സമിതി അംഗങ്ങൾ. എന്നിരുന്നാലും ഇങ്ങനെയൊരു സാധ്യത തള്ളിക്കളയരുതല്ലോ എന്ന് കരുതി മാത്രം എന്റെ നിർബന്ധത്തിന് പത്രത്തിൽ പരസ്യം കൊടുത്തതാണ്. പ്രേമന് അങ്ങോട്ട് വന്ന് നാട്ടാചാരപ്രകാരം പെണ്ണ് കാണാൻ വയ്യ. ശാരദ വേണ്ടപ്പെട്ട ബന്ധുക്കളെ കൂട്ടി ഇങ്ങോട്ട് വരിക. കുന്നംകുളത്ത് നിന്ന് 1 കിലോമീറ്റർ കിഴക്കോട്ട് തൃശൂർ റോഡിലൂടെ വന്നാൽ പ്രസിദ്ധമായ കാണിപ്പയ്യൂർ മനക്കാരുടെ വിഷ്ണു ക്ഷേത്രമുണ്ട്. അവിടെ ബസ്സിറങ്ങി ആരോട് ചോദിച്ചാലും പ്രേമോദരന്റെ വീട് കാണിച്ചു തരും. ശാരദ കത്ത് 2-3 ആവർത്തി വായിച്ചു. ആരോടാണ് ആദ്യം പറയേണ്ടത്? അമ്മയോടോ, സുലേഖയോടോ, റസിയോടോ, അതോ അമ്മുവിനോടോ? ശാരദയും മോഹൻദാസും ഉച്ചനേരത്താണ് കാണിപ്പയ്യൂരിന്റെ ബസ്സിറങ്ങിയത്. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാറുകൾ പെയിന്റ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിൽ കയറി മോഹൻദാസ് വഴി ചോദിച്ചു. ദാ ആ ഇടവഴി കൂടെ നേരെ ചെന്നാൽ 6ാമത്തെ വീടാ. വേറെ എവിടെയും ചോദിക്കണ്ട. കേറി അങ്ങോട്ട് ചെന്നിട്ട് പ്രേമ ഇല്ലേ ഇവിടെന്ന് ചോദിച്ചാ മതി. വലത്തെ സൈഡാണ് ഇട്ടാ. ചോദിക്കേണ്ടി വന്നില്ല. പ്രേമൻ ഉമ്മറത്തുണ്ടായിരുന്നു. ചെർപ്പശ്ശേരിന്നല്ലേ, കേറി വരാട്ടോ. അയാൾ രണ്ടുപേരെയും ക്ഷണിച്ചു. മോഹൻദാസും ശാരദയും ചവിട്ട് കയറി. ശാരദയ്ക്ക് പ്രേമന്റെ മുഖത്തേക്ക് ഏറെ നേരം നോക്കാനായില്ല. അവൾ അകത്തേക്ക് കടന്നു. പ്രേമന്റെ സഹോദരിമാരാണെന്ന് തോന്നുന്നു. 2 പേർ കട്ടിലിരിക്കുന്നു. അവർ ശാരദയെ നോക്കി ചിരിച്ചു. വരൂ, ഇവിടെ ഇരിക്കാം, മൂത്തവൾ പറഞ്ഞു. 2 പേരുടെയും നടുവിലായി ശാരദ ഇരുന്നു. പിന്നെ കുറെ സമയത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. എന്താ ചോദിക്കേണ്ടത്? എങ്ങനെയാ തുടങ്ങേണ്ടത്? ശാരദയ്ക്ക് താനേതോ അപരിചിതമായ ഒരു ലോകത്ത് വന്നപ്പെട്ട പോലെ തോന്നി. ഇവർക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കാനില്ലേ? പേരെന്താണ്? എത്ര വരെ പഠിച്ചു? വീട്ടിൽ ആരൊക്കെയുണ്ട്? അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് 2 പേരുടെയും മധ്യേ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കവെയാണ് അമ്മിണി കടന്നു വന്നതും അവർ ശാരദയോട് ചോദിച്ചു. ഇവര് 2ആളും ഒന്നും മിണ്ടിയിട്ടുണ്ടാവില്ല അല്ലേ? 2 എണ്ണവും അങ്ങനെയാ. പരിചയമില്ലാത്തവരെ ആണായാലും പെണ്ണായാലും ഒരക്ഷരം മിണ്ടില്ല. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഉണ്ടോ? നമ്മുടെ വീട്ടിൽ വന്നു കയറിയ ആൾക്കാരോട് ഒന്നും മിണ്ടാണ്ടിരുന്നാ വന്നോർക്ക് എന്താ തോന്നുക? ഞാനാ തിലകന്റോടേക്ക് ഒന്ന് തിരിഞ്ഞതാ. അത് സാരില്ല, എനിക്ക് ആരാ നിങ്ങളൊക്കെ എന്ന് ചോദിക്കാനൊരു മടി. അതുകൊണ്ട് ഞാനും ഒന്നും മിണ്ടിയില്ല. ശാരദ പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാം. ഇത് പ്രസന്ന, പ്രേമന്റെ ചേച്ചി. ഇത് പ്രേമലത, പ്രേമന്റെ അനിയത്തി. ഞാൻ ഇവരുടെ അച്ഛന്റെ പെങ്ങളാ. ഇവരുടെ അച്ഛനും അമ്മയും മരിച്ചിട്ട് കൊല്ലം 15 കഴിഞ്ഞു. അമ്മയായിട്ടും അച്ഛനായിട്ടും ഞാൻ തന്നെ ഉള്ളൂ എല്ലാം നോക്കി നടത്താൻ. എനിക്ക് വയസ്സായി. അല്ല, ഞാൻ എന്തു പണിയാ ചെയ്യണത്? ഉമ്മറത്ത് ഒരാൾ ഇരിക്കണു, കുട്ടി ഇവിടെ നിക്കണു. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ തന്നില്ലല്ലോ. അമ്മിണി തിരക്കിട്ട അടുക്കളയിലേക്ക് പോയി. പിന്നാലെ ശാരദയും. ഒരു പാത്രം വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ച് തീ കൂട്ടാൻ നോക്കുമ്പോൾ തീപ്പെട്ടിയില്ല. അമ്മിണി അളുക്കുകളും ടിന്നുകളും തുറന്ന് തീപ്പെട്ടി തിരയുന്നതിനിടെ ശാരദയോട് പറഞ്ഞു. എനിക്ക് എടുത്തോ പിടിച്ചോന്നോ ഒന്നും ചെയ്യാൻ കൂടില്ല. ഓരോ സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഇങ്ങോട്ട് തിരിഞ്ഞാ മതി. പിന്നെ ഓർമ്മയുണ്ടാവില്ല. അല്ല, ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് എങ്ങനെയാ ഇതൊക്കെ ചെയ്തു കൊടുക്കണത് എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ.
എനിക്ക് വയസ്സ് 74 കഴിഞ്ഞു. തീപ്പെട്ടി അടുപ്പിനരികിൽ തന്നെ ഉണ്ടായിരുന്നു. ശാരദ അതിൽ നിന്ന് കൊള്ളിയെടുത്തുരച്ച് തീയുണ്ടാക്കുമ്പോൾ ചോദിച്ചു, അപ്പോ പ്രേമേട്ടന്റെ ചേച്ചിയെ അനിയത്തി ഒന്നും അമ്മായിനെ സഹായിക്കാൻ വരില്ലേ? അവരെന്ത് സഹായിക്കാനാ മോളെ? രാവിലെ രണ്ടാളെയും വെള്ളം ചൂടാക്കി കുളിപ്പിച്ച് കുപ്പായം മാറ്റി ഞാൻ തന്നെ താങ്ങി കൊണ്ടുപോയി കട്ടിൽമേൽ ഇരുത്തണം. ആദ്യം ദീനം കണ്ടത് താഴെയുള്ളവൾക്കാ, പിന്നെ പ്രസന്നയ്ക്ക്, ഒടുവിൽ ആ പ്രേമന് കണ്ടത്. മൂന്നാൾക്കും പരസഹായം ഇല്ലാണ്ട് എണീറ്റ് നിൽക്കാൻ കൂടി പറ്റില്ല. കത്തിച്ചു പിടിച്ച തീപ്പെട്ടിക്കോല് ശാരദയുടെ കയ്യിൽ നിന്ന് അറിയാതെ അടുപ്പിലേക്ക് വീണു. തീ ആളിക്കത്തി. 2002 ഫെബ്രുവരി 15 വെള്ളിയാഴ്ച പ്രേമോദരൻ ശാരദയുടെ കഴുത്തിൽ താലി കെട്ടി. താലി കെട്ടാൻ ശാരദയും വീട്ടുകാരും പ്രേമന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. താലിമാല പിടിച്ച കൈകൾ അച്ഛൻ പെങ്ങൾ അമ്മിണി ഉയർത്തിക്കൊടുത്തു. ശാരദ ആ നിസ്സഹായതയ്ക്ക് മുന്നിൽ കാരുണ്യപൂർവ്വം കുനിഞ്ഞു. നാട്ടുകാരെല്ലാം കൂടി ഒരുക്കിയ സദ്യയുണ്ട്. ശാരദയുടെ കൂടെ വന്നവർ ഓരോരുത്തരായി പടിയിറങ്ങാൻ പോകുന്ന നേരത്ത് സുലേഖയെ കെട്ടിപ്പിടിച്ച് ശാരദ കരഞ്ഞു. നീ വല്ലപ്പോഴും വരണം, അല്ലെങ്കിൽ നിന്റെ ഒരു ഫോട്ടോ അയച്ചു തരണം. ഒരു ധൈര്യത്തിന് എനിക്ക് എപ്പോഴും കാണാനാ. മുഖം പൊത്തിപ്പിടിച്ച് കരഞ്ഞ ശാരദയുടെ കൈകൾ സുലേഖ താഴേക്ക് വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു, ഈ ലോകം മുഴുവനും കാണേണ്ട മുഖമാണ് അന്റെ. അതാ ഈ പൊത്തിപ്പിടിക്കണേ. പിന്നെ ഒരു കാര്യം, ദീനം ഉള്ളവരാവുമ്പോ ചിലപ്പോ ചീത്ത പറഞ്ഞൂന്നും ദേഷ്യപ്പെട്ടൂന്നും ഒക്കെ വരും. ക്ഷമ വേണം. ഈ ഒരാളെ ശുശ്രൂഷിക്കാൻ നിന്നാ പോരേനും 4 ആളെയും ഒരുപോലെ നോക്കേണ്ടി വരും. പടച്ചോൻ അന്റെ കൂടെ ഉണ്ടാവും. ആരെ കൈവിട്ടാലും പടച്ചോൻ അന്നെ കൈവിടൂല. സുലേഖ ചവിട്ടുപടി ഇറങ്ങി. അകന്നുപോകുന്ന ജീപ്പിലിരുന്ന് കുട്ടികൾ ശാരദയെ കൈവീശി കാണിച്ചു. വീശുന്ന കൈകൾക്കിടയിലൂടെ സുലേഖ അവളെ നോക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു പെണ്ണിനെയും കണ്ടിട്ടില്ലാത്ത തേജോമയമായ കണ്ണുകളോടെ ആ തേജസ് മനസ്സിലേക്ക് ആവാഹിച്ച് ശാരദ നിന്നു.